ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ ഡി കിച്ചൻ. നമുക്കിന്നൊരു വാള മീൻകറി ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് പോകാം. ഇത് ചൂടായ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ മതി. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് അതിലേക്ക് ഉലുവ ഒന്ന് ചൂടായി വരട്ടെ. ഉലുവ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടാറായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് ചൂടായി കടുക് പൊട്ടണം. കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന 3 പച്ചമുളക് ചേർക്കാം. പച്ചമുളകും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി കൂടി ചേർക്കാം. ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ അത് കളർ മാറി ഒന്ന് എല്ലാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം ബ്രൗണിഷ് കളറാവുന്നതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് എല്ലാം യോജിച്ച് വരുന്ന ആ സമയത്തേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിലേക്ക് സാദാ മുളക് പൊടി 2 ടീസ്പൂൺ, അതിട്ട് അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പൊടികളെല്ലാം നല്ല രീതിയിൽ നമ്മളെ കൂട്ടിൽ മിക്സ് ചെയ്ത് ചേർക്കുക. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. നല്ല രീതിയിലൊന്ന് അതപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം, പൊടിയിട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് വേണം പൊടി വർഗ്ഗങ്ങളെല്ലാം ചൂടാക്കാൻ. നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വാളംപുളിയാണ് ചേർക്കുന്നത്. കുറച്ചൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞു വെച്ച വാളംപുളി വെള്ളമാണ് നമ്മൾ ചേർത്തത്. നല്ല രീതിയിലൊന്ന് മിക്സ് ആവട്ടെ. വാളംപുളി ചേർത്ത വെള്ളം നല്ല രീതിയിലൊന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമുക്ക് അവസാനം നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് പിന്നെ കറി നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളിന്ന് എടുത്തേക്കുന്നത് 1/2 കിലോ വാളമീനായിരുന്നു. കഴുകി വൃത്തിയാക്കി വെച്ച വാളമീൻ കറിയിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് മൂടി 1 തണ്ട് കറിവേപ്പിലയോടെ ചേർത്ത് നല്ല രീതിയിൽ മൂടി വെച്ചിട്ട് 1 കപ്പ് തേങ്ങ അരച്ചതാണ് നമ്മൾ ചേർത്തത്. തേങ്ങാപ്പാലല്ല, നല്ല രീതിയിൽ അരച്ച തേങ്ങയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. തേങ്ങയും ചേർത്ത് നല്ല രീതിയിൽ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറി റെഡി.